ഗുഡ് ഈവനിങ് ടു ആൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരുന്നു. അതെന്താണെന്നും അതിൻ്റെ ജേർണൽ എൻട്രീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ പ്രോബ്ലംസ് ആണ്. എനിവേ അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിവേ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ആദ്യം പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ജേർണൽ എൻട്രീസ് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജേർണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് അറ്റ് പാറും ഉണ്ട്, ഷെയർസ് റിഡീംഡ് അറ്റ് പാറും ഉണ്ട്, അതുപോലെ തന്നെ റിഡീംഡ് അറ്റ് പ്രീമിയം ഉണ്ട്. ഓക്കെ, എനിവേ റിഡീംഡ് അറ്റ് പാറിലാണെങ്കിലും അതുപോലെ തന്നെ പ്രീമിയത്തിലാണെങ്കിലും നമ്മൾ ആദ്യം എന്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഈക്വൽ എമൗണ്ട് റിഡീം ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണോ അതിൻ്റെ ഈക്വൽ എമൗണ്ട് CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് ശേഷമാണ് പിന്നെ വരുന്നത് നമ്മൾ റിഡീം ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതേണ്ടത്. സോ പിന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ഈക്വൽ വാല്യൂ ആയിരിക്കണം. അതായത് ഇനിയിപ്പോൾ പാറിലല്ല പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഈക്വൽ വാല്യൂ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ആദ്യം എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഓൺ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇത് നമ്മൾ എന്തായിട്ട് കൊടുത്താൽ മതി, നെറേഷനായിട്ട് കൊടുത്താൽ മതി. ഓൺ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ദ എമൗണ്ട് ഡ്യൂ ആവാണ്. പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഓക്കെ, ഈ രണ്ട് ജേർണൽ എൻട്രിയും അതിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിലും ആദ്യം നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്ത് എഴുതുക, ജേർണൽ എൻട്രി എഴുതുക. അത് പ്രീമിയത്തിലാണ് ചെയ്യുന്നത് വിചാരിച്ച് നമ്മൾ ഒരിക്കലും പ്രീമിയം എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നോമിനൽ വാല്യൂ, അതായത് 1,00,000 രൂപയാണ് നോമിനലായിട്ട് നമുക്ക് റിഡീം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപ മാത്രമേ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സെയിം ഇത് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അതായത് ഇഷ്യൂയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. പ്രീമിയത്തിൻ്റെ നമ്മൾ എവിടെ നിന്ന് എടുക്കുക, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ. റിഡംഷനുള്ള പ്രീമിയം എമൗണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഈ രണ്ട് എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. ഇത് രണ്ടും ഓക്കെ അവർക്ക് കൊടുത്തു. പിന്നെന്താ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബാങ്ക്. ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് അതിൽ വരുന്ന ജേർണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ, അതായത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ വരുന്ന ജേർണൽ എൻട്രീസ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ പാറിലാണ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്, അതുകൊണ്ട് ജേർണൽ എൻട്രിക്ക് മാറ്റമൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദി ബാലൻസ് ഷീറ്റ് ഓഫ് സൺ ലിമിറ്റഡ് ആസ് 31/12/2020 ഈസ് ഗിവൻ ടു യു. ഷെയർ ക്യാപിറ്റൽ 10,000, ഇക്വിറ്റി ഷെയർ ഓഫ് 10 ഈച്ച് 1 lakh, 10,000 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 ഈച്ച് 1 lakh, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 50,000, general reserve 30,000, profit and loss surplus 85,000. The company exercised its option to redeem the preference shares on 1st January 2020 given journal entries. അതായത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പ്രിഫറൻസ് ഷെയർസ് ആണ് എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. എത്ര പ്രിഫറൻസ് ഷെയർസാണ് ഇവിടെ ഉള്ളത്, 10,000 പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്, 1,00,000 രൂപയാണ്. അപ്പോൾ നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടത് ഇവിടെ ഇക്വിറ്റി ഷെയറിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളോട് അത് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ജനറൽ റിസർവും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ഉണ്ട്. സോ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ഇക്വിറ്റി ഷെയർ ഇതാക്കാൻ ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ കണ്ടില്ല, ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ക്വസ്റ്റ്യൻ കണ്ടില്ല, അതുപോലെ ആയിരിക്കും വരിക. ഈ ക്യാപിറ്റൽ റിസർവ് ജനറൽ റിസർവ് ഒന്നും തരത്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, 1,00,000 രൂപയാണ് ഇവിടെ ഓൾറെഡി ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 1,00,000 രൂപയാണ് നമുക്ക് റിഡീം ചെയ്യാനുള്ളത്. അപ്പോൾ റിഡീം ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, CRR അക്കൗണ്ട്, അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ നിന്നൊക്കെ എമൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റത്തേത് ഒന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ജനറൽ റിസർവ്. ഇത് രണ്ടിലും തികയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ക്യാപിറ്റൽ റിസർവ് ഒക്കെ എടുത്താൽ മതി കേട്ടോ.
ഇത് രണ്ടും തന്നെ തികയും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ജനറൽ റിസർവും. നമുക്ക് 1 ലക്ഷം രൂപ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയുണ്ട്? 85,000 ഉണ്ട്. ജനറൽ റിസർവിൽ 30,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് കൊടുക്കുക, അതുപോലെ തന്നെ ജനറൽ റിസർവ് ഒന്ന് കൊടുക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. ഈക്വൽ എമൗണ്ട് ഓഫ് വാല്യൂ ട്രാൻസ്ഫേർഡ് CRR അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതാണ് ഇത് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ 1 ലക്ഷം രൂപയാണ് നമ്മളോട് റെഡീം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് ആണ്, റെഡീം ദ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞത് 10,000 പ്രിഫറൻസ് ഷെയർസ് ആണ്. 10 രൂപയാണ് ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രൈസ്. അങ്ങനെ ടോട്ടൽ 1 lakh. ഇത് ഇക്വിറ്റി ഷെയർ ആണ് കേട്ടോ, ഇത് മാറിപ്പോയത്. ഇത് ഇക്വിറ്റി ഷെയറും ഇത് പ്രിഫറൻസ് ഷെയർസും ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് റെഡീം ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതിലൊക്കെ എമൗണ്ട് അവർ പറഞ്ഞിട്ടുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും പറഞ്ഞിട്ടുണ്ട്, ജനറൽ റിസർവിലും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിലും എമൗണ്ട് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ക്യാപിറ്റൽ റിസർവ് എന്നൊക്കെ എടുത്താൽ മതി. അതൊന്നും ആവശ്യമൊന്നും വരില്ല, ഇതും തന്നെ എമൗണ്ടൊക്കെ തികയും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ എമൗണ്ട് എഴുതുക 85,000. ഓക്കെ, ജനറൽ റിസർവ് അക്കൗണ്ട് 1 ലക്ഷം പോരെ. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് 85,000 ഇവിടെ ഓൾറെഡി ഉണ്ട്, കിട്ടി. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എന്ത് മതി? 15,000 മതി. അപ്പോൾ നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് 15,000 രൂപ എടുത്തു. ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 1 ലക്ഷം രൂപ നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈക്വൽ എമൗണ്ട് ഓഫ് ഫേസ് വാല്യൂ ട്രാൻസ്ഫർ ടു CRR അക്കൗണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് പാറിലാണ് എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വേറെ പ്രീമിയത്തിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ലേ. സോ ഇവിടെ പാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1 lakh, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 1 lakh, പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ഒരു മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് എന്ത് പറയുന്നത്? ഈ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് ക്വസ്റ്റ്യൻ വരികയാണ്. അത് പാറിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലാണ് വരിക. അപ്പോൾ അത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ റിസർവിൽ നിന്നും ആദ്യം എമൗണ്ട് എടുക്കാൻ നോക്കുക. ഓക്കെ, ആദ്യം എന്തെന്ന് എടുക്കുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുക, അതിനുശേഷം ജനറൽ റിസർവിൽ നിന്ന് എടുക്കുക. എന്നിട്ടും ബാലൻസ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വേറെ എങ്ങോട്ടേലൊക്കെ പോയാൽ മതി, അതിൽ തന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമായിരിക്കണം പിന്നെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എമൗണ്ട് ഡ്യൂ ആവുന്നത്. അതായത് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്കൊക്കെ പിന്നെയാണ് വരേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ട്സിന് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിന്ന് ആദ്യം എടുക്കുക, ക്യാപിറ്റൽ റിസർവ് നിന്ന് എടുക്കരുത്. ഓക്കെ, ഇതതിൻ്റെ ഒരു നോട്ട്സ്. അത് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ മൈൻഡിൽ വെക്കണമെന്ന് പറയില്ലേ, അതായത് ചില പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലത്തെ ഒരു പോയിൻ്റാണിത്. ക്യാപിറ്റൽ റിസർവ് നിന്ന് ആദ്യം എടുക്കരുത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെയാണ് ആദ്യം എടുക്കേണ്ടത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഈ ഒരു മോഡലിലാണ് ക്വസ്റ്റ്യൻ വരിക. അല്ലാണ്ട് മറ്റേ ഇഷ്യൂ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഇങ്ങനെയാണ് കുറേ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് റിഡീം ചെയ്യാൻ സിമ്പിളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ കണ്ടാൽ ചിലപ്പോൾ നമ്മളൊന്ന് ടെൻഷനായി പോകും, കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ. എനിവേ നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 lakhs ആണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 lakhs ആണ്. ക്യാപിറ്റൽ റിസർവ് 1,50,000, ജനറൽ റിസർവ് 50,000, നെറ്റ് പ്രോഫിറ്റ് 1,50,000. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആ ഒരു ഇതാണ് കേട്ടോ. കമ്പനി ഡിസൈഡ് ടു റെഡീം ഇറ്റ്സ് പ്രിഫറൻസ് ഷെയർസ് ഓൺ 1st January 2020 പാസ് ജേണൽ എൻട്രീസ്. പ്രിഫറൻസ് ഷെയർസ്, ഈ PS എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് അവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? റിഡീം ചെയ്യാൻ തീരുമാനിച്ചു. പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ലക്ഷം രൂപയാണ്. അപ്പോൾ 2 ലക്ഷം രൂപ ഇവരെന്ത് ചെയ്യാണ്? റിഡീം ചെയ്യാണ്. അപ്പോൾ ആദ്യം 2 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് ഇതിൽ നിന്ന് എടുക്കുക, രണ്ടാമത്തെ ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ 2 lakh ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ തന്നെ എന്തായി? 2 lakh ആയി. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ഓഫ് ഈക്വൽ വാല്യൂ ഓഫ് ഫേസ് വാല്യൂ ട്രാൻസ്ഫേർഡ് ടു
എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്? CR അക്കൗണ്ട്, അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതിന് ശേഷമാണ് എന്ത് പിന്നെ എഴുതേണ്ടത്? പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് ഡ്യൂ ഓൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 lakh ഡെബിറ്റും ചെയ്യുക ക്രെഡിറ്റും ചെയ്യുക. പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 2 lakhs rupees അവർക്ക് കൊടുത്ത് എമൗണ്ട് പെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ജേർണൽ എൻട്രി വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 1,50,000 എടുത്തു. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ഇതാ. ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 1,00,000 രൂപ എടുത്തു. പിന്നെ ജനറൽ റിസർവിൽ എന്തുണ്ടായിരുന്നു? 50,000 രൂപ ഉണ്ടായിരുന്നു. ഇതാ ജനറൽ റിസർവിലും 50,000 രൂപ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതാ നമ്മളത് എന്ത് ചെയ്യും? അപ്പോൾ 2,00,000 ആയി. 2,00,000 ഇവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞുള്ളത്? ഇവിടെ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2,00,000. അതാണ് നമ്മളോട് റെഡീം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ടു CRR അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്തു. ഈക്വൽ എമൗണ്ട് ഓഫ് ഫേസ് വാല്യൂ ട്രാൻസ്ഫേർഡ് ടു CRR അക്കൗണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് ഡ്യൂ ഓൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് രണ്ട് സൈഡിലും 2 lakh. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ഇവിടെയും 2 lakh വരും, ഇവിടെയും 2 lakh വരും. ഓക്കെ, പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അത്രയും സിമ്പിളായിട്ടാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പിക്ക് ചെയ്യപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ നല്ല സുഖമായിട്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളെല്ലാം ഇത് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ ആ ഒരു മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതേ മോഡലിനെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ്ടോ ക്വസ്റ്റ്യൻ. എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,00,000, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ 1,00,000, ക്യാപിറ്റൽ റിസർവ് 50,000, ജനറൽ റിസർവ് 30,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് സർപ്ലസ് 85,000 രൂപ. ഓക്കെ, ഇത് കമ്പനി റിഡീം പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചു? റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ 2,00,000, ഇവിടെ എത്ര രൂപ നമുക്ക് റെഡീം ചെയ്യേണ്ടത്? 1,00,000 രൂപയാണ് നമുക്ക് റെഡീം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 85,000 ആയി. പിന്നെ ജനറൽ റിസർവ് എത്ര എടുക്കുക? 15,000 എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയായി? 1,00,000 രൂപയായി. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്താൽ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ, അതുപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 85,000, ജനറൽ റിസർവിൽ 15,000, പിന്നെ CRR അക്കൗണ്ടിൽ 1 lakh നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് അത് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ 85,000, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ 15,000 ടു CRR അക്കൗണ്ട് 1 lakh, ഈക്വൽ എമൗണ്ട് ഓഫ് ഫേസ് വാല്യൂ ട്രാൻസ്ഫേർഡ് ടു CRR അക്കൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എമൗണ്ട് ഡ്യൂ ആവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുന്നു. അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,00,000 രൂപ എമൗണ്ട് ഡ്യൂ ഓൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 1 lakh എമൗണ്ട് പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് എന്ത് പറയുന്നത്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് റിഡീമബിൾ അറ്റ് പാർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൽ ഇത്രയേ വരത്തുള്ളൂ, ഇതിൽ ഇനി കൂടുതലൊന്നും വരാനൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ റിഡീമബിൾ അറ്റ് പ്രീമിയം ചെയ്യാം. ഓക്കെ, പ്രീമിയം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫേസ് വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പ്രീമിയം എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്രെഡിറ്റ് ചെയ്യരുത്. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ആക്കുക, പിന്നെ ഇതാക്കുക, ഡ്യൂ ആവുക, പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക. അത്ര തന്നെയുള്ളൂ. എനിവേ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്ത പോർഷൻസോ അല്ലെങ്കിൽ എമൗണ്ട് എങ്ങനെയാണ് വന്നതെന്നോ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കയറി എടുക്കുക കേട്ടോ. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചാനലിൻ്റെ ലിങ്ക്, അതിൽ എടുക്കുക. അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോവുക, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും ടെലഗ്രാമിൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഓപ്പൺ ആവുന്നതാണ്. ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.